എങ്ങോട്ടാ എല്ലാവരും ടെൻഷൻ അടിച്ച് ഓടുന്നത്? ഓട്ടമൊന്ന് നിർത്തിക്കേ. ശാന്തമായി ഇപ്പറയുന്നത് മുഴുവൻ കേൾക്കൂ. ഒട്ടേറെ ജീവിത നൈപുണികൾ സമയബന്ധിതമായി ആത്മാർത്ഥതയോടെ ചെയ്ത് സൃഷ്ടിപരമായ തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് സ്വന്തം ജീവിതം വിജയിപ്പിക്കുകയാണ് ഒരു വ്യക്തിയുടെ സ്വന്തം ഉത്തരവാദിത്തം. മക്കളെയും അതുതന്നെ പരിശീലിപ്പിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ വരാൻ കാരണക്കാരായ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നത് ഒരു മികച്ച നൈപുണിയാണ്. ജീവിത വിജയത്തിന് വേണ്ട എല്ലാ സ്കില്ലുകളും പഠിച്ച് പരിശീലിച്ച് അത് പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയോഗിക്കാൻ ധൈര്യമുണ്ടാവുമ്പോഴാണ് യഥാർത്ഥ ജീവിതം പഠിക്കുന്നത്. മനുഷ്യത്വമുള്ള വ്യക്തിയായി മാറാൻ കുറച്ചേറെ നൈപുണികൾ പരിശീലിക്കേണ്ടതുണ്ട്. എത്ര വലിയ കഴിവുള്ള ഡോക്ടറായാലും പാവപ്പെട്ട രോഗിയെ പണം നോക്കാതെ ചികിത്സിക്കാൻ തയ്യാറാവുമ്പോഴാണ് അയാൾ മനുഷ്യസ്നേഹിയായ ഡോക്ടറാകുന്നത്. ക്ലാസ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അക്ഷരവിദ്യ പകർന്നു കൊടുക്കുമ്പോൾ ടീച്ചർക്ക് അവരെ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് കാണാൻ സാധിക്കണം. സമൂഹത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വലിയ പദവിയും സാധാരണ ജോലിക്ക് പദവി കുറവുമാണ്. തോട്ടിപ്പണിയും വളരെ മൂല്യമുള്ളതാണ്. അത് ചെയ്യുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ജോലി ചെയ്ത് സ്വയം ധനമുണ്ടാക്കി ജീവിക്കുക എന്ന ആശയത്തിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്രക്രിയയുടെ ഭാഗമായി ഈ ഭൂമിയിൽ വന്ന ഓരോ വ്യക്തിയും തനിക്ക് കിട്ടിയിട്ടുള്ള സകല നൈപുണികളും ഇവിടുത്തെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് പ്രയോഗത്തിൽ വരുത്തി സമൂഹത്തിന് കൊടുക്കേണ്ടതാണ്. അത് പ്രകൃതി നിയമമാണ്. ജോലി ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കുക. പ്രകൃതിയിലേക്ക് നോക്കൂ. ഓരോ ജീവജാലങ്ങളും മടി കൂടാതെ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട്. തിരികെ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ സൂര്യൻ ചൂടും വെളിച്ചവും തരുന്നത്, ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാകുന്നത്? ചൂട് കൂടിയാലും മഴയായാലും കുറ്റം പറയുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഫുഡ് വെബ് നോക്കൂ. സസ്യങ്ങളും ജന്തുജാലങ്ങളും പരസ്പരം പ്രത്യക്ഷമായോ പരോക്ഷമായോ ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നില്ലേ? മനുഷ്യനൊഴികെ മറ്റാരും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല ഭൂമിയുടെ ജീവിത പ്രയാണത്തിൻ്റെ ഭാഗമാകുന്നത്. അത് അവരുടെ നൈസർഗിക പ്രക്രിയയാണ്. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്നതും പ്രകൃതി തത്വമാണ്. പ്രകൃതിയെ അറിയാതെ, പ്രകൃതിയിലോട്ട് എത്തിനോക്കാതെ, തൊട്ടടുത്തൊരു മനുഷ്യൻ നിൽപ്പുണ്ട് എന്നറിയാതെ എന്തൊക്കെയോ നേടാനുള്ള ഓട്ടത്തിനിടയിൽ നമുക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെടുന്നത് എന്താണ്? സ്വന്തം സത്വബോധം, സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. താൻ ആരാണെന്ന് സ്വയം തിരിച്ചറിയാത്ത അവസ്ഥ. താൻ എന്തിനാണ് ഈ ഭൂമിയിൽ എത്തിയത് എന്ന് മറന്നുകൊണ്ടുള്ള ഈ ഓട്ടം എന്ന് എവിടെ അവസാനിക്കാനാ? സ്വയം അറിയാൻ ഒരു വ്യക്തി ആർജിച്ചെടുക്കേണ്ട ചില നൈപുണികളെക്കുറിച്ചാണ് പറയുന്നത്. സെൽഫ് ലവ്, സെൽഫ് മോട്ടിവേഷൻ, സ്വയം അംഗീകരിക്കൽ, സെൽഫ് മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, സംഘടനാ പാടവം, ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനുള്ള കഴിവ്, സ്വയം കണ്ടെത്തുവാനുള്ള ആത്മാർത്ഥത, സ്വയം ബഹുമാനിക്കുവാനുള്ള കഴിവ്, മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, നമ്മുടെ ദിനചര്യകൾ കൃത്യമായി പാലിക്കുവാനുള്ള കഴിവ്, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ്, ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവ് തുടങ്ങി ഒട്ടനവധി നൈപുണികൾ അല്ലെങ്കിൽ സ്കില്ലുകൾ നിരന്തരം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ വ്യക്തിഗതമായ ഉയർച്ചയുണ്ടാവൂ. ഇതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഓരോ ദിവസവും ഓരോ ചെറിയ പ്രാക്ടീസുകളിലൂടെ ഇവയെല്ലാം നമുക്ക് അനായാസം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സ്വയം മാറാൻ തയ്യാറാവുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ മാറും, നമ്മുടെ കാഴ്ചപ്പാട് മാറും. മറ്റുള്ളവരുടെ കുറ്റം പറയാനും മുൻവിധിയോടെ ഇടപെടാനും തോന്നില്ല. നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ സമയം കിട്ടുകയും ചെയ്യും. ജീവിതം സമാധാനപൂർണ്ണമാകും. ശാന്തമായി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഗുണപരമായ തീരുമാനങ്ങൾ എടുക്കാനാവൂ. അത് പ്രയോഗത്തിൽ വരുത്താനും ആവൂ. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. എല്ലാവരും സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ തയ്യാറാകുക, സ്വയം അംഗീകരിക്കുക. പറയാനുള്ളത് തീർന്നിട്ടില്ല കേട്ടോ. വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്ന് വിചാരിച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.